ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷങ്ങൾ? സുഖല്ലേ? ഞാനിന്നേ ഞായറാഴ്ചക്കാലത്തെ ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഞായറാഴ്ചയിൽ ഇന്നല്ലേ, കഴിഞ്ഞ ഞായറാഴ്ച. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പുറത്തേക്കൊക്കെ ഒന്നിറങ്ങി കുറച്ച് വീഡിയോസ് എടുത്ത്, അത് കഴിഞ്ഞ് രാവിലെ പുട്ടും പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പുട്ടും പഴമാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഉച്ചക്കലേക്ക് എന്തായാലും ബീഫ് ബിരിയാണി വെക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫിലേക്ക് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാമെന്ന് കരുതി അത് റെഡിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കിലോ അരിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടിരുന്നു. പുറത്താണെങ്കിൽ കേട്ടോ. ഒരു കിലോ ബിരിയാണിയിലേക്ക് ഞാൻ 4 സവോളയാണ് ഇട്ടത്. ഇവിടെ മസാല അധികം ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ മക്കൾ കുറച്ചെണ്ണം ഉണ്ടാക്കിയുള്ളൂ. ഒരു 3 തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ പേസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് കുക്കറിൽ ബീഫ് വേവിച്ചിട്ടാ. ഞാൻ പിന്നെ അപ്പോഴും പുറത്ത് നല്ല മഴയാണ് കേട്ടോ. മഴയത്ത് നമുക്കൊരു ബിരിയാണിയൊക്കെ കഴിച്ചാലോ എന്ന് തോന്നിയിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ഉരുളി ബിരിയാണി വെക്കാമെന്ന് കരുതിയിട്ട് ഉരുളിയിലാണ് കേട്ടോ റെഡിയാക്കുന്നത്. മസാല കുക്കറിൽ ഒക്കെ ബീഫ് വേവിച്ചതിന് ശേഷം ഞാൻ മസാലകളെല്ലാം ഉരുളിയിലിട്ട് വേവിച്ചിട്ടാ. ടേസ്റ്റല്ലേ നമുക്ക് അടുപ്പത്തുണ്ടാക്കുമ്പോൾ. അങ്ങനെ മസാലകളൊക്കെ റെഡിയായതിന് ശേഷം പിന്നെ റൈസ് വീണ്ടും പുറത്ത് കൊടുന്ന് റെഡിയാക്കണ്ടേന്ന് കരുതിയിട്ട് ഞാൻ അകത്തന്നെ കറണ്ടിൻ്റെ അടുപ്പുമ്മ വെച്ചതാണ് കേട്ടോ. കുക്കറിൽ തന്നെ വേവിച്ച് ഏകദേശം ഒരു 3/4 വേവായപ്പോൾ ഞാൻ റൈസ് വേവിച്ചെടുത്തിട്ട് അത് കൊണ്ടുപോയിട്ട് അതിലേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്തത്. ദമ്മിടുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ മക്കൾക്കൊന്നും ബീഫ് വലിയ ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതും മസാല പുരട്ടി പിന്നെ അതും കൂടിയിട്ട് റെഡിയാക്കിയിട്ടാണ്. എല്ലാവർക്കും ചിക്കനല്ലേ അപ്പം മക്കൾക്കൊക്കെ ഇഷ്ടം. ആരും നമ്മൾ അടുപ്പത്ത് വെക്കണ ആ ഒരു ബിരിയാണി അതൊരു ടേസ്റ്റ് തന്നെയല്ലേ. പുകയുടെ അതുകൊണ്ട് വ്യക്തമാവുന്നില്ല കേട്ടോ. പിന്നെ തൈരായിട്ടുള്ള സലാഡൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അങ്ങനെ സെറ്റായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് മക്കൾ പറഞ്ഞ നമുക്ക് വാഴൻ്റെ ഇലയിൽ ബിരിയാണി കഴിച്ചാലോ. അപ്പോൾ വാഴൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് കൊടുന്നിട്ട് ബിരിയാണി ദം പൊട്ടിക്കാൻ വേണ്ടി വന്നിട്ടാണ്. അത് പൊട്ടിക്കുമ്പോൾ അതങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ. അപ്പോൾ ആ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുക്കറിൽ ഉരുളിയിൽ ബിരിയാണി വെച്ചാൽ കുക്കറിലൊക്കെ വെച്ചാൽ ടേസ്റ്റല്ലേ. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് മേശമ ഇരുന്ന് നോക്കുമ്പോൾ ആങ്ങളുടെ കുട്ടി കൊടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനും കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പാലട മിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കല്ലേ.